ഫജ്ർ നമസ്കാരത്തിന് ശേഷം ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹ് അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്കു ആധിപത്യം അവനാണ്, വലഹുൽ ഹംദു സർവസ്തുതികളും അവനാണ്, യുഹീ വയുമീതു അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് 10 മർറാത്തിൻ 10 തവണ പറഞ്ഞാൽ, 10 തവണ ഈ ദിക്ർ പറഞ്ഞാൽ കുതിബ ലഹു 10 ഹസനാത്തിൻ 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും, വമുഹിയ അൻഹു 10 സയ്യിആത്തിൻ 10 പാപങ്ങൾ മായ്ക്കപ്പെടും, വറുഫിഅ ലഹു 10 ദറജാത്തിൻ 10 ദറജകൾ സ്വർഗ്ഗത്തിൽ വർദ്ധിപ്പിച്ചു കൊടുക്കും. വകാന യൗമഹു ദാലിക ഫീ ഹിർസിൻ മിൻ കുല്ലി മക്റൂഹിൻ വെറുക്കപ്പെട്ട എല്ലാറ്റിൽ നിന്നും അല്ലാഹു അന്നേ ദിവസം അയാൾക്കൊരു സംരക്ഷണം കൊടുക്കും. വഹർസിൻ മിനശ് ശൈത്താനി പിശാചിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും, പിശാച് വഴിപിഴപ്പിക്കുന്നതിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കും. വലം യംബഗി ലിദംബിൻ അൻ യുദ്രികഹു ഫീ ദാലികൽ യൗം അന്നേ ദിവസം ഒരു പാപവും അവനെ പിടികൂടുകയില്ല, അല്ലെങ്കിൽ അവൻ ചെയ്ത അമലിനെ നിഷ്ഫലമാക്കുകയില്ല, ഇല്ല ശിർക ബില്ലാഹ് അല്ലാഹുവിൽ പങ്കു ചേർത്താലല്ലാതെ. എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ ഇനി വല്ല തെറ്റുകളും അയാളിൽ നിന്ന് വന്നു പോയാലും ഈ അമല് പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നതാണ്. അന്നത്തെ ദിവസത്തെ അമല് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അമലൻ മുതഖബ്ബല സ്വീകരിക്കപ്പെടുന്ന അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് വലം യംബഗി ലിദംബിൻ അൻ യുദ്രികഹു ഒരു പാപവും അയാളെ പിടികൂടി അയാളുടെ അമലുകളെ നശിപ്പിക്കൂല, എന്തൊഴികെ ഇല്ല ശിർക ബില്ലാഹ് ശിർക്കൊഴികെ. കാരണം ശിർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അല്ലാഹു പുറത്തു കൊടുക്കൂല. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക ശിർക്ക് ചെയ്താൽ അമലുകൾ ബാത്തിലായി പോകും. എന്നാൽ അതല്ലാത്ത മറ്റൊരു പാപം കാരണത്താലും അല്ലാഹു ആ വ്യക്തിയെ പൂർണ്ണമായും നശിപ്പിക്കൂല. അത്രയും നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ദിക്റാണ് ഈ ദിക്ർ. ചില റിവായത്തിലെങ്കിലും വന്നിട്ടുണ്ട് ബഅദൽ അസ്ർ അസറിന് ശേഷം. അപ്പോൾ അതിൽ നിന്ന് ചില ഉലമാക്കൾ പറഞ്ഞു ഇത് അദ്കാറുൽ മസായിലാണ്. അപ്പൊ സബാഹിലും പറയാം മസായിലും പറയാം. മസായിൽ അസറിന് ശേഷമാണ് അദ്കാറുൽ മസാ അധികവും വന്നിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് ചെല്ലാൻ പറ്റാത്ത ഒരാൾ മഗ്രിബിന് ശേഷവുമാകാം. ഈ ഹദീസിൽ അല ഇസ്രിൽ മഗ്രിബി എന്ന് പറഞ്ഞതുകൊണ്ട് മഗ്രിബിന് ശേഷവും 10 തവണ പറയുക. അങ്ങനെ പറഞ്ഞാൽ ബഅസല്ലാഹു ലഹു മസ്ലഹതൻ യഹ്ഫദൂനഹു മിനശ് ശൈത്താൻ പിശാചിൽ നിന്ന് ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഘത്തെ അല്ലാഹു അയക്കുന്നതാണ്. ഒരു കാവൽ മലക്കിനെ അല്ലാഹു അയക്കും ഇയാൾക്ക് വേണ്ടി പ്രത്യേകം. ഹത്താ